നമസ്കാരം. ആഗോളതലത്തിൽ ക്യാൻസർ രോഗികളുടെ കണക്കെടുത്താൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന ക്യാൻസറിലൊന്നാണ് ലങ് ക്യാൻസർ. നമ്മുടെ നാട്ടിലും ലങ് ക്യാൻസറിന്റെ തോത് വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം. ഇതേപ്പറ്റി നമുക്ക് കുറച്ച് ഇതിനുള്ള ചികിത്സാ സാധ്യതകളെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുന്നതിന് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് വഴി നമുക്ക് ശ്രമിച്ചു നോക്കാം. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അരുൺ ഫിലിപ്പാണ്. രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓൺകോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ആണ്. നമസ്കാരം ഡോക്ടർ. ലങ് ക്യാൻസർ നമുക്കറിയാം പലപ്പോഴും വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. ഇവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജ് 4 അവസ്ഥയിൽ കണ്ടെത്തുന്നത്. എന്താവും ഈ കണ്ടുപിടിക്കുന്ന രോഗികൾ ഇത്രയും വൈകി അത് കണ്ടെത്താനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നു? നല്ല ശതമാനം രോഗികളും നമ്മൾ ശ്വാസകോശാർബുദം കണ്ടെത്തുന്നത് വൈകിപ്പോയ സ്റ്റേജിലാണ്. ഒന്ന് 3ാമത്തെ സ്റ്റേജിലോ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലോ ആയിരിക്കും കണ്ടെത്തുന്നത്. അതായത് ശ്വാസകോശത്തിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് പടർന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് കണ്ടെത്തുന്നത്. പ്രാരംഭഘട്ടത്തിൽ, അതായത് സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 കണ്ടെത്തുന്ന രോഗികളിൽ ഒരു 20% താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം പ്രാരംഭഘട്ടങ്ങളിൽ ശ്വാസകോശാർബുദം സിംറ്റംസ് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതായത് ശ്വാസകോശത്തിനുള്ളിൽ ഈ മുഴ വളർന്ന് വലുതായി ഇന്ന ഒരു വലിപ്പത്തിൽ കഴിഞ്ഞിട്ടാണ് അതിന് ചുമയോ അല്ലെങ്കിൽ നെഞ്ചുവേദന അതുപോലത്തെ ഒരു സിംറ്റംസ് വരാറുള്ളൂ. അപ്പോൾ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും സിംറ്റംസ് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം അവർ നേരത്തെ വരാറുള്ളത്. നമ്മൾ കണ്ടെത്തുന്ന പ്രാരംഭ സ്റ്റേജിലുള്ള ലങ് ക്യാൻസറുകൾ മിക്കവാറും വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വന്ന് അങ്ങനെ എക്സ്റേയിൽ കണ്ട് സ്കാനെല്ലാം ചെയ്ത് കണ്ടെത്തുന്ന രോഗികളാണ് പ്രാരംഭ ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്താറുള്ളൂ. അല്ലെങ്കിൽ ഒട്ടുമിക്ക രോഗികളും 3ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ ഈ പണ്ട് പറയും പുകവലിക്കുന്നവർക്കാണ് ക്യാൻസർ വരിക. പക്ഷെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട്. ഈയിടെ വന്നൊരു 25 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തിലൊക്കെ ലങ് ക്യാൻസർ വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടു പോകും. എന്താ ഇതിനൊരു കാരണം? അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പോഴും പുകവലിക്കാർക്ക് തന്നെയാണോ കൂടുതലും വരുന്നത്? അതെന്താണ് ഡോക്ടർ അരുണിന് തോന്നുന്നത്? അപ്പോൾ പറഞ്ഞ പോലെ പുകവലി ആണ് ക്യാൻസർ അല്ല ശ്വാസകോശാർബുദത്തിൻ്റെ പ്രധാനമായി നമ്മൾ എപ്പോഴും പറയാറുള്ള കാരണം. ഇപ്പോഴും നല്ല ശതമാനം രോഗികൾ, ശ്വാസകോശാർബുദ രോഗികളും പുകവലിക്കുന്നവരാണ് നമ്മൾ ക്ലിനിക്കിൽ കാണാറുള്ളത്. പക്ഷേ പറഞ്ഞ പോലെ സ്ത്രീകളിലും ചെറുപ്പക്കാരിലും കൂടുതലായിട്ട്, മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ പലപ്പോഴും വ്യക്തമല്ല. പല കാരണങ്ങളുണ്ടാവാം. നമ്മളുടെ മാറി വരുന്ന ജീവിതശൈലി, പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതൊക്കെ ആവാം ഒരു കാരണം. അപ്പോൾ അതിന് തക്കതായ ഒരു കാരണം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊക്കെ ആയിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുകവലിക്കുന്നവർ പൊതുവെ അവർക്കൊരു ചുമയുണ്ടാകാറുണ്ടെന്ന് അവർ പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചുമയുണ്ടാകും. അപ്പോൾ അവർക്ക് ക്യാൻസർ ആണോ ചുമയ്ക്ക് കാരണമെന്ന് അവരെങ്ങനെയാണ് സംശയിക്കുക? അതവർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം. അവർ പേടിച്ച് നമ്മുടെ അടുത്ത് ഓടി വരാറുണ്ട്. ഒരു എക്സ്റേ എടുത്ത് നോക്കി സമാധാനപ്പെടും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശയാണ്, തിരിച്ചു പോയി പിന്നെയും പുകവലിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും എന്തുകൊണ്ടാണ്, എപ്പോഴായിരിക്കണം അവരിങ്ങനെ ഒരു സംശയത്തിലേക്ക് വരേണ്ടത്? ഈ പറഞ്ഞ പോലെ പുകവലിക്കുന്നവരിൽ നല്ല ശതമാനം ആൾക്കാർക്കും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ചുമ അല്ലെങ്കിൽ കൂടെ വരുന്ന ഒരു ചുമ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുമ പുകവലിയുടേതാവാമെന്ന് വിചാരിച്ചിട്ട് അവർ പലപ്പോഴും ചികിത്സ തേടാൻ വൈകിക്കാറുണ്ട്. പുകവലി കാരണം ഉണ്ടാകുന്ന ചുമയാണെങ്കിൽ അത് കുഴപ്പമില്ല, പുകവലിക്കുന്നതുകൊണ്ടാവാമെന്ന് വിചാരിച്ച് എക്സ്റേ പോലും എടുക്കാതെ നടക്കുന്നവരുമുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും അവർ ചികിത്സ തേടണം അല്ലെങ്കിൽ എപ്പോൾ സ്കാനുകളോ അങ്ങനെ എന്തെങ്കിലും എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമയുടെ കൂടെ തന്നെ, അതായത് ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നിർത്താതെ നിൽക്കുന്ന ചുമ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചുമ, അല്ലെങ്കിൽ ശരീരഭാരം കുറയുക, വെയിറ്റ് ലോസ്, പിന്നെ ചുമയ്ക്കുമ്പോൾ കഫത്തിൽ രക്തം വരിക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർ ആശുപത്രിയിൽ വന്ന് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത്. ചെസ്റ്റ് പെയിനും നെഞ്ചുവേദനയും സ്ഥിരമായിട്ട് നിൽക്കുന്ന നെഞ്ചുവേദനയുടെ കൂടെ വരികയാണെങ്കിൽ ഇവരെല്ലാം എനിക്ക് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ 4ാം സ്റ്റേജ് ലങ് ക്യാൻസറിനെ പറ്റി സംസാരിക്കാൻ തോന്നുന്നു. കാരണം അതാണല്ലോ നമ്മൾ പൊതുവെ കാണുന്നത്. ഇപ്പം ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ 10-15 വർഷം മുമ്പൊക്കെ 4ാം സ്റ്റേജ് രോഗികൾ എന്ന് പറഞ്ഞാൽ അവരെ മടക്കി അയക്കുകയാണ്. കാരണം ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൽ എത്രമാത്രം മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് മാറ്റം കഴിഞ്ഞൊരു 10 കൊല്ലങ്ങളിൽ വന്നിരിക്കുന്ന ലങ് ക്യാൻസറിലായിരിക്കാം. കാരണം പണ്ട് ഈ പറഞ്ഞതുപോലെ 4ാമത്തെ സ്റ്റേജിൽ ഒരു രോഗിയെ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് കീമോതെറപ്പി ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരോടും നമ്മൾ പറയാറുണ്ട് കീമോതെറപ്പി ഇഞ്ചക്ഷൻ്റെ സൈഡ് എഫക്റ്റ്, പാർശ്വഫലങ്ങളെ പറ്റി സംസാരിച്ചിട്ട്
അതെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എല്ലാം അവരോട് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ശതമാനം പേരും ഒന്നും ചെയ്യേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞിട്ട് രോഗികളെ നമ്മൾ തന്നെ മടക്കി അയക്കാറുണ്ടായിരുന്നു, ചികിത്സയൊന്നും കൊടുക്കാതെ തന്നെ. പക്ഷേ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ്, അതായത് നമ്മൾ ഈ ക്യാൻസർ കണ്ടെത്തി ബയോപ്സിയിൽ ചെയ്യുന്ന കുറേ മോളിക്കുലർ ടെസ്റ്റുകൾ. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിൽ വന്ന ഈ മാറ്റങ്ങളിൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറഞ്ഞ ജനിതകമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഈ ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു ജനറ്റിക് ബേസിസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. മ്യൂട്ടേഷൻസ്, അപ്പോൾ പലതരം മ്യൂട്ടേഷൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെല്ലാം ഇന്ന് ടാർഗറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു മാറ്റം. ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ്സ് കുറേ. ചെറിയൊരു ഗുളിക കൊണ്ട് ഒരു 4ാം സ്റ്റേജ് രോഗി വർഷങ്ങളോളം, എത്ര കാലമൊക്കെ നമ്മളിപ്പോൾ ഒരു സർവൈവൽ കാണാറുണ്ട്. അതെ, അപ്പോൾ ഈ നമ്മൾ സാധാരണ കാണുന്ന മ്യൂട്ടേഷൻ EGFR എന്ന് പറഞ്ഞ മ്യൂട്ടേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുള്ള ടാർഗറ്റാണ് ആദ്യം വന്നത് ശ്വാസകോശ അർബുദത്തിൽ. അപ്പോൾ EGFRനെതിരെയുള്ള ടാർഗറ്റഡ് തെറപ്പി വെച്ചിട്ട് നമ്മൾ പല രോഗികളും 3, 4, 5 ഈവൻ 6 വർഷം 7 വർഷം വരെ കുഴപ്പമൊന്നുമില്ലാതെ സ്റ്റേബിളായിട്ടിരിക്കുന്ന രോഗികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു രീതിയിലുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ബലം കിട്ടിയെന്ന് വരില്ല. നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു 1-2 വർഷം വരെ എല്ലാം കുഴപ്പമില്ലാതെ ടാബ്ലറ്റിൽ പോകാറുണ്ട്. അതിനുശേഷം വീണ്ടും കൂടിപ്പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ പിന്നെ അടുത്ത ലൈൻ ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനത്തെ സംഗതികളെല്ലാം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത്. ആൽക്ക് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൽക്ക് പോസിറ്റീവ് ഇതുപോലൊരു ടൈപ്പാണ് മ്യൂട്ടേഷൻ. അപ്പം അതും ഇത് പറഞ്ഞ പോലെ വർഷങ്ങളോളം ഇങ്ങനത്തെ ഈ ടൈപ്പ് EGFR, ആൽക്ക് എന്നൊക്കെ പറയുന്ന ഈ മോളിക്കുലർ ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് എന്താണ് ശരിക്കും നമ്മുടെ മുമ്പിലുള്ള തടസ്സം? പ്രധാനമായിട്ടും ഈ മ്യൂട്ടേഷൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ടാർഗറ്റഡ് മെഡിസിൻസ് എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മളുടെ ഈ EGFR മ്യൂട്ടേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ചികിത്സ ആദ്യമായിട്ട് കണ്ടെത്തി ഈ ടാർഗറ്റഡ് തെറാപ്പി എല്ലാം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത്, രോഗികൾക്ക് നമ്മൾ കൊടുത്തു തുടങ്ങിയ സമയത്ത് വളരെ ചിലവേറിയ മരുന്നുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 10 വർഷം 15 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസ് നമ്മുടെ നാട്ടിൽ തന്നെ അതെല്ലാം ഉണ്ടാക്കി തുടങ്ങി, മരുന്നുകളെല്ലാം നിർമ്മിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എല്ലാം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EGFR എന്ന് പറയുന്ന മ്യൂട്ടേഷൻ കൊടുക്കുന്ന ടാർഗറ്റഡ് മെഡിസിൻസിൽ വളരെ എക്കണോമിക്കലായിട്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മറ്റ് മ്യൂട്ടേഷനുകൾ, ആൽക്ക് അല്ലെങ്കിൽ റോസ് അല്ലെങ്കിൽ ബാക്കി മ്യൂട്ടേഷനുകളെല്ലാം എതിരെയുള്ള ടാർഗറ്റഡ് മെഡിസിൻസ് ഇപ്പോഴും നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള തടസ്സം കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ടാർഗറ്റ് നെഗറ്റീവായിട്ട് വരുന്ന ഒരു രോഗിക്ക് അവർക്ക് എന്തായിരിക്കും അപ്പോൾ ഓപ്ഷൻ? അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു അതിജീവനം സാധ്യമാണ്? വർഷങ്ങളോളം വരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ ടാർഗറ്റഡ് തെറപ്പിയിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ ശ്വാസകോശ അർബുദത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു ചികിത്സാ മുറയാണ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ ഈ മ്യൂട്ടേഷൻ എല്ലാം നെഗറ്റീവായിട്ടുള്ള രോഗികൾക്ക്, അതായത് മ്യൂട്ടേഷനുകളൊന്നും ഇല്ലാത്ത രോഗിക്ക് ഇപ്പോഴും ഇമ്മ്യൂണോതെറാപ്പി ഒരു വലിയ രീതിയിൽ ഈ ലങ് ക്യാൻസർ, ശ്വാസകോശ അർബുദ രോഗികളുടെ സർവൈവലിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കീമോതെറാപ്പിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി മാത്രമായിട്ടോ നമുക്ക് ഈ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലും 1-2 ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടാണ് ഈ പേഷ്യൻറ്റിന് ഇമ്മ്യൂണോതെറാപ്പി ഫലിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സിംഗിൾ ഏജൻറ്റ്, അതായത് ഇമ്മ്യൂണോതെറാപ്പി മാത്രമായിട്ട് കൊടുത്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് കുറേ കാലം, അതായത് വർഷങ്ങളോളം കുഴപ്പമില്ലാതിരിക്കുന്ന രോഗികളുണ്ട്. ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് ഇഞ്ചക്ഷൻ ആണല്ലോ, അതും സാധാരണ ഒരു കീമോതെറാപ്പിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് എന്താ പറയുക, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്യാൻസർ കോശങ്ങളെ ഡയറക്റ്റായിട്ട് പോയി നശിപ്പിക്കുകയാണ് നമ്മളുടെ കീമോതെറാപ്പി മരുന്നുകൾ ചെയ്യുന്നത്. അതായത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള കോശങ്ങളെയും ഈ കീമോതെറാപ്പി നശിപ്പിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ വരുന്നത്. പക്ഷേ ഇമ്മ്യൂണോതെറാപ്പി അതിൻ്റെ മെക്കാനിസം കുറച്ച് വ്യത്യാസമാണ്. അതായത് ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ചെന്ന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇമ്മ്യൂണോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന പാർശ്വഫലങ്ങൾ വളരെ കുറവാണ് ഇമ്മ്യൂണോതെറാപ്പിക്ക്. അതാണ് ഇമ്മ്യൂണോതെറാപ്പിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കീമോതെറാപ്പി മരുന്നുകൾക്ക് സാധാരണ കോശങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോഴും ആ കോശങ്ങൾ ഒരു പക്ഷേ
അതിനൊരു തിരിച്ചുവരവ് സാധ്യമായതുകൊണ്ടാണ് പേഷ്യൻസിനെ കുഴപ്പമില്ലാതെ എടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും അത് എല്ലാവർക്കും ഭയപ്പെടുന്ന ഒരു സൈഡ് എഫക്ട് തന്നെയാണ്. അതിനുള്ള പ്രതിവിധിയാണ് ഇക്കാലത്ത് ടാർഗറ്റഡ് ട്രീറ്റ്മെന്റും ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ തോന്നുന്നത്. ഈ സ്റ്റേജ് 4 രോഗികളെ ചികിത്സിക്കാൻ നേരം നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ കോസ്റ്റ് എന്നുള്ളതല്ലാതെ പലപ്പോഴും നമ്മൾ കാണുന്ന രോഗികളുടെ ആരോഗ്യാവസ്ഥ. ഇപ്പോൾ ടാർഗറ്റഡ് തെറപ്പി പറ്റാത്ത അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറപ്പിയും പറ്റാത്ത രോഗിയാണെങ്കിൽ കീമോതെറപ്പിയാണ് നമ്മളുടെ പ്ലാനെങ്കിൽ പലപ്പോഴും പ്രായം ചെന്ന രോഗികളിൽ നമുക്ക് ഒരു ശാരീരികാവസ്ഥ അത്ര ഒരു നല്ല ഇതിലല്ലെങ്കിൽ ചിലപ്പോൾ കീമോതെറപ്പി ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് ഒരു തടസ്സം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവര് മുമ്പോട്ട് പോകുമ്പം ഇവർക്കുണ്ടാകുന്ന പ്രായമായവരും പ്രത്യേകിച്ചും ഇവർക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ടൊക്കെ പലപ്പോഴും രോഗികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ രോഗികളെല്ലാം. അതും ഒക്കെ തടസ്സമായിരിക്കാം. നമ്മൾ ഈ കീമോതെറാപ്പിയുടെ ഒരു ഫലം അല്ലെങ്കിൽ കീമോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയിലും ഇമ്മ്യൂണോതെറാപ്പിയിലും ഒക്കെ വന്ന വലിയ മുന്നേറ്റം കൊണ്ടാണ് ഈ പറയുന്ന വർഷങ്ങൾ. അപ്പം നമ്മൾ സംസാരിക്കാൻ മുമ്പ് 6 മാസം എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇപ്പോൾ 2 വർഷം 5 വർഷം അത്രയൊക്കെ എത്താനുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തി 10 വർഷത്തിൽ മുകളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതൊക്കെ വളരെ അപൂർവമാണ്. മുമ്പിലിരിക്കുന്ന എല്ലാ രോഗികൾക്കും അങ്ങനെയൊക്കെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും പല ഫാക്ടേഴ്സ് അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരു ഇംപ്രൂവ്മെന്റ് ടെക്നിക്കിൽ വന്ന എനിക്ക് തോന്നുന്നു റേഡിയേഷൻ ചികിത്സയിൽ വന്ന ഒരു ഇംപ്രൂവ്മെന്റും എനിക്ക് തോന്നുന്നു ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താ തോന്നുന്നത്? അതെ, എനിക്ക് തോന്നുന്നത് ഈ നമ്മളുടെ കീമോതെറപ്പി ഇമ്മ്യൂണോതെറപ്പി അഡ്വാൻസ് വന്നതുപോലെ തന്നെ റേഡിയേഷൻ ഫീൽഡിലും കണ്ടമാനം മാറ്റങ്ങൾ കഴിഞ്ഞൊരു 5 കൊല്ലത്തിൽ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഫോക്കസ്ഡ് റേഡിയേഷൻ, അതായത് സ്റ്റീരിയോടാക്റ്റിക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്ന ഫോക്കസ്ഡ് ആയിട്ട് ഹൈ ഡോസിൽ കൊടുക്കുന്ന റേഡിയേഷൻ. സാധാരണ റേഡിയേഷൻ ഷെഡ്യൂളുകളെല്ലാം 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച നിൽക്കുമ്പോൾ ഈ സ്റ്റീരിയോടാക്റ്റിക് അല്ലെങ്കിൽ ഫോക്കസ് റേഡിയേഷൻ 3 കൂടിപ്പോയി 5 ദിവസങ്ങളിൽ തീർക്കുന്ന ഒരു ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ തന്നെ വളരെയധികം അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പേഷ്യൻസിൻ്റെ സംബന്ധിച്ചിടത്തോളം സർവൈവൽ കൂടുന്നതിനോടൊപ്പം തന്നെ, അതായത് അവരുടെ ആയുസ് നീട്ടി കിട്ടുന്നതിനോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ബ്രെയിനിലേക്കെല്ലാം സ്പ്രെഡായി പോയിട്ടുള്ള, അതായത് ബ്രെയിനിലേക്ക് സ്പ്രെഡായിട്ട് ട്യൂമർ വന്നിരിക്കുന്ന രോഗികൾക്ക് ഈ ഫോക്കസ്ഡ് റേഡിയേഷൻ വളരെയധികം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പണ്ട് ബ്രെയിൻ മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്ന റേഡിയേഷന് പകരം ഇപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് കൊടുക്കുന്നതിന് അതിൽ വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ റേഡിയേഷൻ കാരണം അനന്തരമായിട്ട് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ പലർക്കും കാണാറില്ല. പണ്ട് ബ്രെയിൻ മൊത്തം കവർ ചെയ്ത് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതശൈലിയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് വരാറുണ്ടായിരുന്നു. അതായത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, മെമ്മറി ഇഷ്യൂസ് വളരെ കുറവാണ് ഇപ്പോൾ അതെല്ലാം കാണുന്നത് ഈ ഫോക്കസ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു, നമ്മുടെ രോഗികൾക്ക് സ്റ്റേജ് 4 ലങ് ക്യാൻസർ രോഗികൾക്ക് മുമ്പ് എന്നത്തേക്കാളിലും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അവരെ നമ്മൾ കീമോതെറാപ്പിയിലൂടെയും ടാർഗറ്റഡ് ട്രീറ്റ്മെന്റിലൂടെയും ഇമ്മ്യൂണോതെറാപ്പിയിലൂടെയും ഒക്കെ ഇന്ന് വർഷങ്ങൾ നീളുന്ന ഒരു അതിജീവനത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഈ പറയുന്ന റേഡിയേഷനിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ നമ്മൾ തക്ക സമയത്ത് ഉചിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ ഒരു ലോങ് സർവൈവൽ സാധിക്കും. ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമുക്ക് ഈ രോഗികളെ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയുന്നുണ്ടാവില്ല, എന്നാലും മുൻപത്തെക്കാളും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. കുസൃതി ചോദ്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പുകവലിക്കുന്ന രോഗിക്കാണല്ലോ ലങ് ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ ഒരു രോഗി 4ാമത്തെ സ്റ്റേജ് പരിമിതമായ ചികിത്സയും പരിമിതമായ സർവൈവലും മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരു സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ പുകവലിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അനുവദിക്കും? അപ്പോൾ പുകവലി കൊണ്ടാണ് നമ്മൾ ഈ ക്യാൻസർ വന്നതെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പുകവലിക്കുന്ന ഒരാളിൽ. അപ്പോൾ അങ്ങനെ ഒരു രോഗിയിൽ നമ്മൾ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞ് പുകവലി തീർച്ചയായിട്ടും നിർത്തണമെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്തായാലും നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ചികിത്സകൾ പലതും, കീമോതെറപ്പി ആയാലും ഈവൻ ഇമ്മ്യൂണോതെറപ്പി ആയാലും, പലപ്പോഴും ചികിത്സയുടെ ഫലം കിട്ടുന്നത് ഈ പുകവലി കാരണം ചിലപ്പോൾ ഇല്ലാതായേക്കും. അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ കിട്ടുന്ന ആ റെസ്പോൺസ് പുകവലി കണ്ടിന്യൂ ചെയ്യുന്നവരിൽ കിട്ടാറില്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുകവലി കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.